ശനിയാഴ്ച നടക്കുന്ന 36ാമത് അൽഫോൻസ തീർത്ഥാടനത്തിന് കുടമാളൂർ പള്ളിയും അൽഫോൻസ ഗ്രഹവും ഒരുങ്ങി. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പം ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് തീർത്ഥാടനം നടക്കുന്നത്. 6 ലക്ഷത്തോളം പേർ ഇത്തവണ അൽഫോൻസ തീർത്ഥാടനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 36ാമത് അൽഫോൻസ തീർത്ഥാടനത്തിനായി കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലും അൽഫോൻസ ജന്മഗൃഹത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. 5 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിരൂപതയുടെ 18 ഫൊറോനകളിൽ നിന്നായി ഓഗസ്റ്റ് 3-ാം തീയതി ആയിരക്കണക്കിന് വിശ്വാസികൾ കുടമാളൂർ പള്ളിയിലേക്കും അൽഫോൻസ ജന്മഗൃഹത്തിലേക്കും തീർത്ഥാടകരായി എത്തും. കുടമാളൂർ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുഴുവൻ തീർത്ഥാടകർക്കും ദേവാലയത്തിൽ നേർച്ച ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായി ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ മാണി പുതിയേടത്തിന്റെ നേതൃത്വത്തിൽ 500 അംഗ വോളണ്ടിയർ ടീമും മറ്റ് വിവിധ കമ്മിറ്റികളും പ്രവർത്തിച്ചു വരികയാണ്. ശനിയാഴ്ച രാവിലെ 5:30 അതിരമ്പുഴ, വെട്ടിമുകൾ, ചെറുവാണ്ടൂർ, കോട്ടയ്ക്കുപുറം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് അതിരമ്പുഴ മേഖലയുടെ തീർത്ഥാടനവും രാവിലെ 5:45 പാറൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി, തുരുത്തി മേഖലകളുടെ തീർത്ഥാടനവും രാവിലെ കുടമാളൂർ മേഖലയിലെ വിവിധ ശാഖകളിൽ നിന്ന് തീർത്ഥാടകർ 6:45 പനമ്പാലം സെന്റ് മൈക്കിൾസ് ചാപ്പലിൽ എത്തുന്ന രീതിയിൽ കുടമാളൂർ മേഖലയുടെ തീർത്ഥാടനവും ആരംഭിക്കുന്നതോടെ തീർത്ഥാടനങ്ങൾക്ക് തുടക്കം കുറിക്കും. കോട്ടയം CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് രാവിലെ 8:45 കോട്ടയം, നെടുങ്കുന്നം, മണിമല, തൃക്കൊടിത്താനം, ചെങ്ങന്നൂർ മേഖലകളുടെ തീർത്ഥാടനവും ഉച്ചയ്ക്ക് 12 കുറുമ്പനാടൻ മേഖലയുടെ തീർത്ഥാടനവും ആരംഭിക്കും. ചങ്ങനാശ്ശേരി, തുരുത്തി മേഖലകളുടെ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 1:30 കുടമാളൂർ പള്ളിയിൽ എത്തിച്ചേരും. ആലപ്പുഴ, എടത്വ, പുളിങ്കുന്ന്, ചമ്പക്കുളം, മുഹമ്മ മേഖലകളിലെ തീർത്ഥാടകർ മാന്നാനം ആശ്രമയ ദേവാലയത്തിൽ രാവിലെ 9:45 പ്രാർത്ഥനകൾക്ക് ശേഷം കുടമാളൂരിലേക്ക് പദയാത്രയായി നീങ്ങും. അമ്പൂരി, തിരുവനന്തപുരം, കൊല്ലം, ആയൂർ മേഖലകളിൽ നിന്നുള്ള തീർത്ഥാടകരും വിവിധ സമയങ്ങളിൽ എത്തിച്ചേരും. തീർത്ഥാടകർക്കുള്ള നേർച്ച ഭക്ഷണം കുടമാളൂർ ഫൊറോന പള്ളിയിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ ക്രമീകരിച്ചിട്ടുണ്ട്. അൽഫോൻസ തീർത്ഥാടനത്തിന്റെ 36ാമത്തെ തീർത്ഥാടനമാണ് നാളെ നടക്കുക. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നാമത്തിൽ ആരംഭിച്ച ഒരു തീർത്ഥാടനം ഇത് വർഷങ്ങളിലൂടെ ഇത്രയും കടന്നുപോയി. ഇളയ തലമുറയുടെ മനസ്സിൻ്റെ നവീകരണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന വല്ലാത്ത സ്വാധീനങ്ങൾ മുക്തി നൽകിയിട്ട് നേരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ആത്മീയ പ്രചോദനം നൽകാനാണ് ഈ തീർത്ഥാടനം ക്രമീകരിച്ചത്. വന്നു പോകുന്നവർക്കെല്ലാം അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്ത് വിടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് 30,000 പേരോളം ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടാണ് പോയത്. ഈ വർഷം അതിൽ കൂടുതലും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥയുടെ സാഹചര്യമൊക്കെ ആശ്രയിച്ചിരിക്കും. എങ്കിലും അതിന് ആൾ കുറവൊന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കൂടാതെ എപ്പോഴും ആളുകളെ വിജിലൻ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനാവശ്യമായ വിജിലൻസ് കമ്മിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർഫറൻസ് ഉണ്ടാകാതെ നിലവിൽ പോകുന്നുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്രമീകരിച്ച് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അലോഷ്യസ് വല്ലാത്ര, ഫാദർ നിതിൻ അമ്പലത്തുങ്കൽ, ഫാദർ പ്രിൻസ് എതിരേറ്റുകുടിലിൽ, കൈകാരന്മാരായ സെബാസ്റ്റ്യൻ ജോസഫ് പുത്തൻപറമ്പിൽ, PG ജോർജ് റോസ്വില്ല, സോണി ജോസഫ് നെടുംതകിടി, PM മാത്യു പാറയിൽ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഫ്രാങ്ക്ലിൻ പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ PS ദേവസ്യ പാലത്തൂർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് മുടിയൂർക്കര പള്ളിക്ക് സമീപം ചാഴികാടൻ റോഡിലും, KE സ്കൂൾ മൈതാനം, കുടമാളൂർ സെന്റ് ജോസഫ് ചാപ്പൽ ജംഗ്ഷനോട് ചേർന്നുള്ള ഗ്രൗണ്ട്, കുടമാളൂർ കുമാരനെല്ലൂർ റോഡ് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് ഒരുക്കിയിരിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.